ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 103ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ രണ്ട് സ്പെഷ്യൽ റെസിപ്പീസാണ്. ഒന്ന് ചെറുപയറും കൊണ്ടുള്ള ഒരു കടയലാണ്, പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു മെഴുക്ക് വരട്ടി, പിന്നെ സാലഡും പിക്കിളും ചോറും പപ്പടവും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മെനു റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നിറയെ മെനു ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചെറുപയർ കടയിലാണ്. അതിനായിട്ട് ചെറുപയർ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വേകാൻ ആവശ്യമുള്ള വെള്ളം. പിന്നെ കുറച്ച് സവാള, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിലും പിന്നെ ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് നേരത്തിനും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൈര് കടയുന്ന കോലും കൊണ്ടോ അല്ലെങ്കിൽ മാഷർ കൊണ്ടോ ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. നല്ലപോലെ ഉടഞ്ഞു വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പയറിൽ തീരെ വെള്ളമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. അതിനായിട്ട് ഞാൻ കുറച്ച് ജീരകവും കായപ്പൊടിയും വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും കരിവേപ്പിലയും കൂടെ വറുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂട്ടാൻ റെഡിയാണ്. ഇനി അടുത്തത് നമുക്ക് ക്യാരറ്റ് പീസ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം സവാളയും കരിവേപ്പിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് കളറ് മാറി വന്നാൽ മതി, ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുറച്ച് തിക്കായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ക്യാരറ്റ് ഒരു 80% കുക്കാവുന്നവരെ നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ക്യാരറ്റ് ഒന്നൊരു 80% കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് മൂടിയിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാരറ്റ് ഒരു 80% കുക്കാവുമ്പോൾ ഞാൻ ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ കുറച്ചും കൂടെ വേവുണ്ട്. അപ്പം അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ നമുക്ക് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഇനി എരിവിനായിട്ട് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലേശം കൂടി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. അതും കൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയാവും. അപ്പോൾ ഈ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.